സോ കിഡ്സ്, ഇനിയൊരു 2 മണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളുടെ അമ്മേനെ കല്യാണം കഴിക്കാൻ പോവുക. സോ എനിക്ക് തോന്നി നിങ്ങളോട് ആ കഥ പറയാമെന്നുള്ളത്. നിങ്ങളുടെ അമ്മയെ ഞാൻ എങ്ങനെ കണ്ടുവെന്നും എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും ഇന്ന് പറയാൻ തോന്നി. ബിഫോർ മാരേജിന് പോകും മുന്നേ റെക്കോർഡ് ചെയ്ത് വെക്കാൻ തോന്നി. I think this is a perfect space to speak about his marriage. കാരണം we've been planning for this 15 years ആയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഈ മൂവി വന്നപ്പോൾ തൊട്ട് ശരത്ത് കല്യാണത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അന്ന് പെങ്കുച്ചുണ്ടായിരുന്നില്ല, ബട്ട് ബാക്കി പ്ലാൻസ് ഒക്കെ സെറ്റ് ആയിരുന്നു. ഞാൻ നിങ്ങളുടെ അമ്മേനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു മാട്രിമോണി സൈറ്റിലായിരുന്നു. അപ്പോൾ 2 വർഷം മുന്നേ. ഞാൻ എപ്പോഴും പറയും അമലുവിൻ്റെ ഒരു ഭാഗ്യം. ആരുടെ ഭാഗ്യം? ശരത്തിൻ്റെ ഒരു ഭാഗ്യം. അത് അമൽ പറയും. എനിക്ക് എപ്പോഴും അമലുവിൻ്റെ ഒരു ഭാഗ്യം. നല്ല പയ്യനെ നല്ലൊരു ചെറുക്കനെ കിട്ടിയത് സത്യം. കയ്യിലൊരു കിസ് കൊടുക്കോ? പിന്നെന്താ, എത്ര വേണം? മൊത്തം വെയിലാണല്ലോ. വാഴത്തോപ്പത് അതാ നോക്കൂ, അതാ നോക്കൂ. തിരുമൈന വേറെ കാണുന്നൊന്നും ഇഷ്ടമാവുന്നില്ലായിരുന്നു. ഞാൻ അങ്ങനെ 1 വർഷം വെയിറ്റ് ചെയ്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാട്രിമോണി എടുത്ത് നോക്കും. ശരത്ത് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മാട്രിമോണി എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ നോക്കുന്നത്. പാതിരാവിൻ പാതയാകെ നീർത്ത പാനിലാവ് പെയ്ത പോലെ പൂങ്കിനാവ് മെല്ലെ മെല്ലെ ചേലിഴും പീലികൾ വിഷിയോ. 6000 രൂപ കൊടുത്ത് മാട്രിമോണി വീണ്ടും എടുക്കണോ അതെയോ ഒരു റിക്വസ്റ്റ് വീണ്ടും അയക്കണമെന്ന് വിചാരിച്ചു. റിക്വസ്റ്റ് അയക്കാന്ന് വിചാരിച്ചു. അപ്പോൾ റിക്വസ്റ്റ് അങ്ങ് അയച്ചു. അക്സെപ്റ്റ് ചെയ്തു. എന്നെ വിളിച്ചു. ഞാൻ ഹലോ അയച്ചു. അപ്പം തിരിച്ചു വിളിച്ചു. நத்த மசலு மெய்யிற காட்டு ஒத்துமையா நீ இருக்க முட்டு மேகம் போகிற போக்கு தட்டுந்தாலும் நீ நடக்க. நத்த மசலு மெய்யிற காட்டு ஒத்துமையா நீ இருக்க முட்டு மேகம் போகிற போக்கு தட்டுந்தாலும் நீ நடக்க. 8 மேலும் வச்சாடுவோம், கட்டோட நாளும் கொண்டாடுவோம். நாடோடி காடோடி வாடா நீ ஓடோடி ஓ கண்ட கொரவ ஜல கச்சி ஓ மலையா கொண்டா உழுவ மடிக்குச்சு ஓ மலையா கொண்டா உழுவ மடிக்குச்சு ஓ. You're listening, Amalu. I just want to say that I've been best friends with him for like 15 years, and I love the guy. And I think you're the luckiest person because he didn't settle for any girl. He looked for the perfect person, and I'm glad that he found his Tracy McConnell, I think, because we've been big fans of How I Met Your Mother, and he's always been looking for his kid's mom. So I can say after
the first time he called me after you guys spoke, I was pretty sure that you were the one, just like he was. ഞാൻ തിരിയില്ല. എന്തെങ്കിലും ഒരു ചിരി. എങ്ങനെയുണ്ട്? സുന്ദരമായിട്ടുണ്ട്. നല്ലതാണോ? എപ്പോഴാണല്ലോ കുട്ടി. ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ പോവാണല്ലോ, അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോ പറയുന്നൊരു അത് പറഞ്ഞാൽ ഒന്നും യെസ് ഓ നോ ഒന്നും അറിയത്തില്ല. പക്ഷെ അമലുവിനെ മീറ്റ് ചെയ്യും മുന്നേ യെസ് ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. എന്നാൽ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടല്ലോ എങ്ങാനും. എനിക്കിഷ്ടമെങ്കിൽ അറിയായിരുന്നു ഇനി അമലുവിനെ ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞെങ്കിലോ ആ കുട്ടി എങ്ങനെ അമലു എങ്ങനെ പറയാൻ പോകുന്നത്. അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു. ഹലോ, നിങ്ങൾ ഇറങ്ങിയോ? ഞങ്ങളൊരു അരമണിക്കൂർ ഞങ്ങളെ ഒരു അരമണിക്കൂർ ഇറങ്ങും. പിന്നെ ഞാൻ ആദ്യം എത്തിയത് എയർപോർട്ടിൽ. ഞാൻ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് പോസ്റ്റ് 3 മണിക്കൂറോളം പോസ്റ്റ് അടിച്ചിരിക്കും അവിടെ. എന്റെ ഫ്ലൈറ്റ് ഡിലേ ആയി. എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് നെറ്റ് കണക്ട് ആവണില്ലായിരുന്നു വൈഫൈയില്. ശരത്തിന് പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നും കാണാൻ ഒരു വഴിയില്ല. ഭയങ്കര എക്സൈറ്റ്മെന്റില്ല. ഓടിപ്പോയി ബാഗൊക്കെ കൊടുത്തിട്ട് നല്ല ടയർഡായിരുന്നു. 10 hours ഉണ്ടായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. 9 hours ഉണ്ടായിരുന്നു. UK നിന്ന് വരുന്നതല്ലേ. അപ്പം അങ്ങനെ അത്രയും ലേറ്റായിട്ട് ഞാനൊന്ന് ഫ്രഷ് ലുക്കിലൊക്കെ വരാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് എന്നെ പുറകിൽ നിന്ന് വിളിച്ചു. പുറകിൽ ഫ്രണ്ടിലാണോ വന്നത്? പുറകിൽ നിന്ന് വന്ന് വിളിച്ചു. ഞാൻ ഓടി എസ്കലേറ്ററിൽ സ്റ്റെപ്പ് കയറി പോകാനായിട്ട് തുടങ്ങുമായിരുന്നു. പുറകെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾ വെറുതെ ഷോൾഡറിൽ ഇങ്ങനെ കൊട്ടുപോവാ എസ്കലേറ്ററിൽ വെച്ചിട്ട്. തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ഷോക്കായി എൻ്റെ പൊന്നെ. He waited for 2 years. അത് കഴിഞ്ഞിട്ട് he met a lot of people, പക്ഷേ he wasn't interested. ശരിക്കും നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. There's a difference in his voice, tone, everything. പിന്നെയും അമലുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ആ ഒച്ചകളൊരു വ്യത്യാസം, നടപ്പിലൊക്കെ ആണെങ്കിലും ആ ഒരു ചിരി, ഒരു തുള്ളിച്ചാട്ടം എല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ നമ്മൾ എല്ലാം കഴിഞ്ഞു, വീടെത്തി. അങ്ങനെ നിങ്ങളുടെ മമ്മീനെ കിട്ടി, നമ്മൾ വീട്ടിലേക്ക് പോവാം. ഓക്കെ, ബൈ.